ഹായ് ഓൾ. അപ്പോൾ ആ കുട്ടി സബ്സ്ക്രൈബർക്ക് വേണ്ടി ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ട് ബ്രേസ്ലെറ്റ് റെഡിയാക്കാം. ഞാൻ ഈ തിൻ കങ്കൂസ് നൂലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും പൊട്ടാത്ത ടൈപ്പ് ബീഡിങ് ത്രെഡ് എടുത്താലും മതി കേട്ടോ. പിന്നെ ഈ വൈറ്റ് പേൾസ് ആണ്, പിന്നെ ഈ ഗോൾഡൻ കളർ ട്യൂബ് ബീഡ്സ് ആണ് ഈ നമ്മുടെ എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഈ ഒരു ഗോൾഡൻ സ്പ്രിങ് കമ്പിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഓരോ ജംപ് റിംഗ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമേ. രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. 2 ജംപ് റിംഗ് ആയിട്ട് വേണേ. ഇനി നമുക്ക് ആ കങ്കൂസിൻ്റെ 2 സൈഡ് ഇങ്ങനെ എടുത്തിട്ട് ഒരു ജംപ് റിംഗ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കങ്കൂസിൻ്റെ മിഡിലാവുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നൂലിൻ്റെ 2 എൻഡിലും ഓരോ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. 2 സൈഡിൽ കൂടെയും ഓരോന്ന് ഇട്ട് കൊടുക്കണേ. ദേ ഇതുപോലെ. ഇനി ഒരു സൈഡിൽ കൂടെ ആദ്യം ഗോൾഡൻ കളർ ട്യൂബ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ക്രിസ്റ്റൽ ബീഡ്, പിന്നെ വീണ്ടും ആ ഗോൾഡൻ ട്യൂബ് ബീഡ് ഇട്ട് കൊടുക്കുക. കണ്ടോ ഇങ്ങനെ. എന്നിട്ട് ദേ കങ്കൂസിൻ്റെ മറ്റേ അറ്റം ഈ 3 കൂടെയും കയറ്റി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാം. ദേ ഇതുപോലെ. കണ്ടോ. ഇനി വീണ്ടും വൈറ്റ് 2 ബീഡ്സ് 2 സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഇട്ടിട്ട് പോവുക. കണ്ടോ. നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ റൗണ്ട് പോലെ വളഞ്ഞ് വരും. അത് സാരമില്ല. വീണ്ടും ഇങ്ങനെ ഓരോ ലെയർ കഴിയുമ്പോൾ അത് ഇതുപോലെ നമുക്ക് കിട്ടും. കണ്ടോ. നല്ല സിമ്പിളായിട്ട് ബ്രേസ്ലെറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ആ ലാസ്റ്റ് എൻഡിൽ നോട്ട് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കേ. കണ്ടോ. ലാസ്റ്റ് ആ വൈറ്റ് 2 ബീഡിൽ വന്നത് 2 സൈഡിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒരു നോട്ടാക്കി കൊടുക്കണം. ഇത് നോക്കിക്കോ. കണ്ടോ. ഇങ്ങനെ നമുക്ക് കെട്ടിക്കൊടുക്കാം. അതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. മറ്റേ സൈഡിലെ മറ്റേ എൻഡും ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇനി ബാക്കി വരുന്ന ആ പാർട്ട് വീണ്ടും ആ വൈറ്റ് ബീഡിനകത്ത് കൂടെ എടുക്കണം. നമുക്ക് ആ നോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. 2 സൈഡിലെ വൈറ്റ് ബീഡ്സ് കൂടെ ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് അവിടെ വീണ്ടും ഒരു നോട്ട് കൊടുക്കാം. കണ്ടോ.